ഹലോ. അപ്പോൾ ഇന്നൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ മാവൊക്കെ റെഡിയാക്കിയിട്ട് അടിപൊളിയായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമ്മൾ ഒരു 1/4 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. ഇത് റെഡി ആവുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള മാവൊന്ന് സെറ്റാക്കാം. ഇതിലേക്ക് ആദ്യം ഒരു കപ്പ് അരിപ്പൊടിയാണ്, സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ സെയിം അരിപ്പൊടിയാണ് കേട്ടോ. അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ, അതുപോലെ തന്നെ ഒരു 1/4 കപ്പിൽ കുറച്ച് കുറവ് റവയും കൂടി എടുത്തു കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു 2 നുള്ള് ഉപ്പാണ്, അതുപോലെ തന്നെ ഒരു 2 നുള്ള് സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ശർക്കരയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല ചൂടിൽ ഒഴിച്ചു കൊടുക്കരുത്, എന്നാൽ ചൂട് പറ്റെ ആറിപ്പോവുകയും ചെയ്യരുത്. ആ ഒരു രീതിയിൽ നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സിയിൽ നമ്മളൊന്ന് അടിച്ചെടുത്തു. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മാവ് ഈ ഒരു രീതിയിൽ, അതായത് നമ്മൾ കേക്കിനൊക്കെ ബാറ്റർ തയ്യാറാക്കുന്ന ആ ഒരു രീതിയിൽ കുറച്ച് കട്ടിയിൽ കേട്ടോ. ഇതേപോലെ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഞാൻ ഇതേപോലെ ചിരകിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 ഏലക്കായും ഞാൻ മാവ് അടിച്ചെടുത്തപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ജീരകമാണ്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കറുത്ത എള്ളോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷമാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2 ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് നെയ്യപ്പം. നല്ലോണം പൊള്ളച്ച് സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല അടിപൊളി സൂപ്പർ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ആരെടുത്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ.